സയൻസ് ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്നുണ്ട്. അതിൽ ആകാശ കാഴ്ചകളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്ന സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന ഒരു പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ഉണ്ട്. അതേപോലെ എർത്ത് സർഫേസിലെ സ്പേഷ്യൽ ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ടുള്ള ക്വാണ്ടം GIS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് 2D പ്ലെയിൻസ് അഥവാ ദ്വിമാന തലത്തിലുള്ള പോയിന്റുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ജിയോമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ജിയോജിബ്ര എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ 3 സോഫ്റ്റ്വെയറുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്ന പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് ഫസ്റ്റ് പാർട്ടിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മുഴുവനായിട്ട് പഠിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആകാശ കാഴ്ചകളെ പറ്റിയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അതേപോലെ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള ആകാശ പ്രതിഭാസങ്ങൾ കാണാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം എന്ന് പറയുന്നത്. ഈ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാ സോഫ്റ്റ്വെയർസും ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെല്ലേറിയം എന്ന് സെർച്ച് ചെയ്യാം. STE എന്നടിക്കുമ്പോൾ തന്നെ സ്റ്റെല്ലേറിയം വരുന്നുണ്ട്. ജസ്റ്റ് അതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നല്ല ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ എന്ത് ചെയ്യുക, ഈ സൈഡിലേക്ക് അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുപോയാൽ ഇവിടെ കാണുന്നതാണ് ടൂൾ ബാർ. അതേപോലെ താഴെയും നമുക്ക് ആവശ്യമായുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്കിത് ഇവിടെ ഏറ്റവും താഴെ ഈ സൈഡിലേക്ക് പോയാൽ ചെറിയൊരു ട്രയാങ്കിൾ പോലെ കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതവിടെ സ്റ്റിക്കി ആയിട്ട് അതവിടെ അനങ്ങാതെ നിൽക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ താഴെയുള്ള ഈ ഒരു ഭാഗവും ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടൂൾ ബാർ, താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ടൂളുകളെ പറ്റി പറയാം. ഇതിൽ ആദ്യം കാണുന്നതാണ് ലൊക്കേഷൻ വിൻഡോ. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കൂടി അവിടെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, ചില സമയത്ത് തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ സെർച്ച് വിൻഡോ. ആവശ്യമായുള്ള ഒബ്ജക്റ്റിനെ സെർച്ച് ചെയ്യാനാണ് എടുക്കുന്നത്. അതേപോലെ ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ നമുക്കിത് ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ ഇൻക്രീസ് ടൈം. ഓക്കെ, ഇൻക്രീസ് ടൈം സ്പീഡ്. അത് നമ്മുടെ ടൈമിൻ്റെ സ്പീഡ് കൂട്ടാനും അതേപോലെ അത് കുറയ്ക്കാനുള്ള ഓപ്ഷൻസും അതേപോലെ നോർമൽ ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ ഈ രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. നമ്മളിവിടെ ആദ്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിളിൻ്റെ അപ്പുറത്ത് മിഡ് നൈറ്റിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന അഥവാ പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സിമുലേഷനാണ് നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതായത് ആർട്ടിക് സർക്കിളിൽ നിന്ന് നോർത്ത് സൈഡിലേക്ക് വടക്ക് ഭാഗത്തേക്ക് 300 കിലോമീറ്റർ മാറിയാൽ അവിടെ ട്രോംസോ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ഈ ട്രോംസോ എന്ന് പറയുന്ന സിറ്റി നോർവേ എന്ന രാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ നോർവേ എന്ന രാജ്യത്താണ് ട്രോംസോ എന്ന് പറയുന്ന സിറ്റി ഉള്ളത്. ഈ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നോർവേയിലുള്ള ട്രോംസോ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ആവശ്യമായുള്ള ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾ ബാർ ഇവിടെ ഉണ്ട്. ഈ ടൂൾ ബാറിൽ ലൊക്കേഷൻ വിൻഡോ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ആ ഒരു ലൊക്കേഷൻ വിൻഡോ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് TRO, നമുക്ക് ട്രോംസോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ TROM എന്നടിക്കുമ്പം തന്നെ ഇവിടെ ട്രോംസോ നോർവേ എന്ന് കാണുന്നുണ്ട്. നോർവേ എന്ന രാജ്യത്തെ ട്രോംസോ എന്ന സിറ്റിയാണ് നമുക്ക് ആവശ്യമായുള്ളത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടെ കാണുന്ന റീസെറ്റ് ലൊക്കേഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായുള്ള സ്ഥലം സെർച്ച് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കറക്റ്റ് അല്ലേ, നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അവിടെ കാണുന്ന അതേ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ സെർച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പട്ടണത്തിൻ്റെ ആ ഒരു സിറ്റിയുടെ പേര് കാണാം, കൺട്രി ഏതാണ് എന്നുള്ളതും അതിൻ്റെ പ്ലാനറ്റ് ഏതാണ് എന്നുള്ളതും, അതായത് എർത്തിലാണുള്ളത്, അതും കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കൃത്യമായുള്ള ലൊക്കേഷനൊക്കെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് കൃത്യമായുള്ള ഒരു ഡേറ്റും അതേപോലെ ടൈമുമാണ്.
ആർട്ടിക് സർക്കിളിൻ്റെ നോർത്ത് സൈഡിലുള്ള സ്ഥലങ്ങളിൽ വേനൽക്കാലത്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പാതിരാ സൂര്യൻ അല്ലെങ്കിൽ മിഡ് നൈറ്റ് സണ്ണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിനകത്ത് വേനൽക്കാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മുടെ ഭൂമിൻ്റെ ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വേനൽക്കാലം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു വേനൽക്കാലത്ത് ഒരു ദിവസം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതിന് തന്നെ ഗ്രീഷ്മ അയനാന്തര ദിനം എന്നറിയപ്പെടുന്ന ജൂൺ 21 നമ്മളിവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കിനി ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ടൂൾ ബാറിൽ തന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ടൈം വിൻഡോ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു പോപ്പപ്പ് പോലെ ഒരു ചെറിയൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡേറ്റ് വ്യത്യാസം വരുത്താം, ഇവിടെ ടൈം വ്യത്യാസം വരുത്താം. ഓക്കെ, ഈ ഡേറ്റ് ടൈമിൽ ഞാൻ വർഷത്തിൽ മാറ്റം വരുത്തുന്നില്ല, 2025 തന്നെ നിന്നോട്ടെ. മാസം നമുക്ക് എന്ത് ചെയ്യാം, ജൂണിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ താഴോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഒന്നിക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, ജൂണാണ്, നമുക്കറിയാം ജൂൺ എന്ന് പറയുമ്പോൾ 6 കൃത്യമായിട്ട് കൊടുത്തു. ഇനി ഇവിടെ ദിവസം എന്ന് പറയുന്നത് 21. അപ്പോൾ 21 അത് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ദിവസം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സമയമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് 6 മണി സെറ്റ് ചെയ്യാനാണ്. 6 മണി എന്ന് പറയുമ്പോൾ ഇത് 24 hours ആണ്. അപ്പോൾ 11, 12, 13, 14 അങ്ങനെയാണ് പോവുക. അപ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 18 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, സമയം 18 എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ 18 കൊടുത്തു. ഇത് നമുക്ക് 0 ആക്കാം. ഒന്നിക്കൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ 0 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഡേറ്റും ടൈമും കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂര്യൻ്റെ ആ ഒരു സിമുലേഷൻ നമുക്ക് കാണണം. അപ്പോൾ സൂര്യനെ നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കിട്ടാൻ, അല്ലെങ്കിൽ ആ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സൂര്യൻ സെർച്ച് ചെയ്തെടുക്കണം. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇവിടെ സെർച്ച് വിൻഡോ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ഒരു ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന സെർച്ച് വിൻഡോ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിൽ നമുക്ക് ആവശ്യമായുള്ള ഒബ്ജക്റ്റിനെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഭാഗം തന്നെയല്ലേ സെലക്ട് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ എന്ത് ചെയ്യുക, സൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സൺ. ഓക്കെ, അപ്പോൾ സൺ എന്ന് ഇവിടെ താഴെ വരുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നേരെ ആ ഒരു സണ്ണിന് നേരെ നിങ്ങൾക്ക് ആ ഒരു സെലക്ഷൻ പോകുന്നത് കാണാം. നമ്മുടെ സ്ക്രീൻ അടക്കം നേരെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടും കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇവിടെ താഴെ സ്റ്റാറ്റസ് ബാറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ ഒരു സിറ്റി ഏതാണ്, അതേപോലെ തന്നെ പ്ലാനറ്റ് ഏതാണ്, അതിൻ്റെ ഇപ്പോൾ ഉള്ള ടൈം, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു സൂര്യൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗസിലെ സ്ക്രോൾ വീലിലെ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്കതിനിങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. ആ കാര്യവും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ജൂൺ 21 വൈകുന്നേരം 6 മണിക്ക് എവിടെയാണ് നമ്മുടെ സൂര്യനുള്ളത്, അതിൻ്റെ ഏത് ദിക്കിലാണ് എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു ചുവപ്പിൽ കണ്ടില്ലേ, ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ്, കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്താണ് വൈകുന്നേരം 6 മണിക്ക് സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ ഒരു സൂര്യൻ ഓരോ സമയത്തും ഏത് ദിക്കിലൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ആയിട്ട് കാണുന്ന ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ എടുക്കാം. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ എടുക്കുക. ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് വലിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഇതാണല്ലോ മിനിറ്റ്, ഈ മിനിറ്റിൽ നമുക്കൊന്ന് വ്യത്യാസം വരുത്താം. ഞാനൊന്ന് കൂട്ടിക്കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതിങ്ങനെ കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ആ സൂര്യനെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇപ്പം വെസ്റ്റിൽ നിന്ന് നേരെ NW എന്നാണ് കാണുന്നത്, നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പട്ടിക 7.2 ടേബിൾ 7.2 ഉണ്ട്. അതൊന്ന് എടുത്തു നോക്കുക. അതിൽ ജൂൺ 21, ജൂൺ 22 ഈ 2 തീയതികളിൽ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. ആ കൃത്യമായ സമയങ്ങളിലുള്ള സൂര്യൻ്റെ സ്ഥാനം നമ്മളോട് അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ആദ്യം കൊടുത്തുള്ള സമയം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇത് മാറ്റിയിട്ട് 0 കൊടുക്കുക. രണ്ടാമത്തെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കീബോർഡ് വഴി നമുക്ക് ആവശ്യമുള്ളത് എൻ്റർ ചെയ്താൽ മതി. ഇവിടെ ഞാൻ 30 കൊടുക്കുന്നു, ഇവിടെ 0 കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ സൂര്യൻ്റെ സ്ഥാനം എവിടെയുള്ളത്, സൂര്യനുള്ളത് N അഥവാ നോർത്ത് സൈഡിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് നോർത്ത്, വടക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു കൃത്യമായിട്ടുള്ള ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 13ാമത്തെ പേജിൽ പേജ് നമ്പർ 13 ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൻ്റെ അകത്ത്
കൃത്യമായുള്ള ആ ഒരു ദിശ ഓരോന്ന് സൂചിപ്പിക്കുന്ന എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിളാണ്, നമുക്ക് തന്നെ അത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. എൻ എന്ന് കാണുന്നത് നോർത്താണ് അഥവാ വടക്കാണ്. ഇനി നമുക്ക് അടുത്ത ആ ഒരു സമയം നോക്കാം. അടുത്തത് നമ്മുടെ ഇവിടെ അവറിൻ്റെ ഭാഗത്ത് 4 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിത് ഇവിടെ ആയിട്ട് മിനിറ്റിൻ്റെ സെക്ഷനിൽ 0 കൊടുക്കുന്നു. ഇവിടെയും നമുക്ക് 0 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 4 മണിക്ക് പുലർച്ചെ 4 മണിയാണ് വടക്ക് കിഴക്ക് ഭാഗത്താണ് സൂര്യൻ കാണുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൗസിലെ സ്ക്രോൾ വീൽ ഇങ്ങനെ സൂം ഔട്ട് ചെയ്തും സൂം ചെയ്തും കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈം നോക്കാം. അടുത്ത ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 7 മണിയാണ്. ഞാനിവിടെ 7 മണി സെറ്റ് ചെയ്യുന്നു. 7 മണി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് ഭാഗത്താണ് കൃത്യമായിട്ടുള്ള ആ ഒരു ദിക്കും കൂടി നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. അടുത്ത സമയം കൂടി നോക്കാം. 10 മണിയാണ്. ആ 10 മണിയും കൂടി ഞാനിവിടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, 10 മണി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെയാണ് കാണുന്നത്. SE എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. തെക്ക് കിഴക്ക് മീൻസ് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് നമ്മുടെ സൂര്യൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ടേബിളിലുള്ള എല്ലാ സെല്ലും ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ ഉള്ളത് ട്രോംസോ എന്ന് പറയുന്ന സിറ്റിയിലാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഈ ഒരു ട്രോംസോ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി ആയാലും ഈ ഒരു ദിവസങ്ങളിൽ ആകാശത്ത് തന്നെ ആ ഒരു സൂര്യൻ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രി ആയാലും പകലായാലും സൂര്യൻ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ആ ഒരു സിമുലേഷൻ നമുക്ക് കാണാൻ, നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഈ ഒരു ടൈം ഇങ്ങനെ വ്യത്യാസം വരുത്തിയിട്ട് സൂര്യൻ്റെ ആ ഒരു സഞ്ചാര പാത കാണാൻ പറ്റും. കുറച്ചുകൂടി അത് സ്പീഡിലേക്ക് കാണാൻ വേണ്ടി ഒരു ആനിമേഷൻ പോലെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ സ്റ്റാറ്റസ് ബാറിൽ ഇവിടെയായിട്ട് ഇൻക്രീസ് ടൈം സ്പീഡ് എന്ന് കാണാം. ഇൻക്രീസ് ടൈം സ്പീഡ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡാവും. ഒന്നുകൂടി ഒരു 2-3 തവണ അത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചും കൂടി സ്പീഡിൽ ആ ഒരു ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതൊരു ആനിമേഷൻ പോലെ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഇവിടെ കൂടി. ഓക്കെ, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് നോക്കാം. അതേപോലെ ഇത് ഇവിടെയായിട്ട് റീസെറ്റ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സാധാരണ പോലെ ടൈം ഓടുന്നതായിരിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സൂര്യൻ ഇവിടെയാണുള്ളത്. നമ്മുടെ സൂര്യൻ തന്നെയല്ലേ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, സൂര്യൻ അല്ല സെലക്ട് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സെർച്ചിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സൺ എന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ജസ്റ്റ് സൺ എന്ന് സെർച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് ഇവിടെ കാണുന്ന ഈ ഒരു സ്പീഡ്, നമ്മുടെ ആ ഒരു ടൈം സ്പീഡ് ഒന്ന് കൂട്ടി നോക്കുക. ഞാൻ ഒരു തവണ കൂട്ടി 2, 3, 4. ഇപ്പം നമ്മുടെ ആ ഒരു സൂര്യൻ്റെ സഞ്ചാര പാത ഒന്ന് നോക്കിയേ. മുകളിലേക്ക് വന്നു. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഒരു ടൈം എത്തുന്ന സമയം ഇപ്പോൾ രാത്രി ആവുന്ന സമയത്തും ഇവിടെ തന്നെയാണ് സൂര്യനുള്ളത്. ആ ഒരു ഹൊറിസോണിൻ്റെ പുറത്ത്, ചക്രവാളത്തിൻ്റെ പുറത്തേക്ക് സൂര്യൻ പോകുന്നില്ല. ഇതാ ഇവിടെ എത്തി വീണ്ടും മുകളിലേക്ക് തന്നെ അത് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. അതായത് രാത്രി ആയാലും അവിടെ ആ ഒരു സൂര്യൻ അവിടെ ഉദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ആ സിമുലേഷൻ കാണാം. നമ്മുടെ ആ ഒരു സൂര്യൻ രാത്രി ആവുന്ന സമയത്ത് പോലും ആ ഒരു ചക്രവാളത്തിൻ്റെ ഹൊറിസോണിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 7.3 ഉണ്ട്, പട്ടിക 7.3. അത് ഫില്ല് ചെയ്യാനുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോലാലംപൂർ, കൊൽക്കത്ത, ആങ്കറേജ്, തൽനാക്ക്, ആലിസ് സ്പ്രിങ്സ്, സിഡ്നി, ദക്ഷിണ ധ്രുവം, സൗത്ത് പോൾ. ഓക്കെ, ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുത്തിട്ട് അവിടെയുള്ള ഒരു സൂര്യൻ്റെ സഞ്ചാര ദിശ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ ഈ 6 എന്നുള്ളത് ജൂൺ തന്നെ, ജൂൺ 21 വരുന്നു. ഓക്കെ, ജൂൺ 21 വരുന്നു. നമുക്കിവിടെ ആവശ്യമായുള്ള ടൈം സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ രാവിലെ ഒരു 5 മണി സെറ്റ് ചെയ്യാണ്. ഞാൻ 5 മണി കൊടുക്കുന്നു. ഇവിടെയും 0 കൊടുക്കുന്നു. ഓക്കെ, 5 മണിയായി. ഇനി നമുക്ക് ആവശ്യമായുള്ള സ്ഥലം ചൂസ് ചെയ്യാം. ഇവിടെ നേരെ ലൊക്കേഷൻ സെർച്ച് വിൻഡോ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോലാലംപൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാനിവിടെ അടിക്കുമ്പോൾ തന്നെ മലേഷ്യയിലുള്ള കോലാലംപൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മലേഷ്യ, കോലാലംപൂർ. ഇവിടെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാണാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലാറ്റിറ്റ്യൂഡ് തന്നെയല്ലേ ഇവിടെ വന്നത് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഉണ്ടാവുക. ജസ്റ്റ് ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത ശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൂര്യൻ്റെ ആ ഒരു സഞ്ചാര ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം ജൂൺ 21 സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ ടൈം ഒന്ന് കുറച്ച് നോക്കാം. ഓക്കെ, ഞാനൊരു 6 മണി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ 5 മണി ഞാനിവിടെ കൊടുത്തു. ഇനി ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്നതാണ്. ഓക്കെ, സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് ഏത് ദിക്കിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. ഇതാ
ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് കാണാം. ഏത് ദിക്കിൽ നിന്നാ? ഇവിടെ ഈസ്റ്റ് ഉണ്ട്, ഇവിടെ നോർത്ത് ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ നോർത്ത് ഈസ്റ്റിൻ്റെയും ഈസ്റ്റിൻ്റെയും ആ ഇടയിൽ നിന്നാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ സ്പീഡ് കൂട്ടുന്നതാണ്. ഓക്കെ, ഏകദേശം സൂര്യൻ ഇതാ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഏത് ദിക്കിലാണ് അസ്തമിച്ചിട്ടുള്ളത്? വെസ്റ്റിൻ്റെയും നോർത്ത് വെസ്റ്റിൻ്റെയും, പടിഞ്ഞാറ് ഭാഗത്തിൻ്റെയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെയും ഇടയിലായിട്ടാണ് സൂര്യൻ അസ്തമിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ടേബിളിൽ എഴുതി കൊടുക്കുക. ഇതേപോലെ ആ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിൽ കൊടുത്തുള്ള എല്ലാ സ്ഥലവും സെർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് സൂര്യൻ്റെ ആ ഒരു സഞ്ചാര ദിശ എങ്ങോട്ടാണ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇനി അവസാനം ഒരു കാര്യം കൂടി പറയാം. സ്റ്റെല്ലേറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യണ്ടേ? ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആയി പോകും. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ കണ്ടില്ലേ, നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ആ ഒരു സ്റ്റെല്ലേറിയം ക്ലോസ് ആവും. ഇത്ര സമയവും നമ്മൾ നമ്മുടെ ഭൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആകാശത്തിലുള്ള കാഴ്ചകളൊക്കെ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ ഭൂമി വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയാലോ? നമുക്ക് ചന്ദ്രനിലേക്കൊന്ന് പോയിട്ട് വരാം. ചന്ദ്രനിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ആകാശം കാണുക തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് സ്റ്റെല്ലേറി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ചന്ദ്രനിലേക്ക് പോകാം. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, സ്റ്റെല്ലേറി എന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കുന്നു. നമ്മൾ ബാക്കി എല്ലാ ആപ്ലിക്കേഷനും സെർച്ച് ചെയ്തെടുക്കുന്ന പോലെ നമ്മളിതും സ്റ്റെല്ലേറിയവും ഓപ്പൺ ചെയ്യുന്നു. നേരെ ഇവിടെ ടൂൾ ബാറിൽ ലൊക്കേഷൻ വിൻഡോയിലേക്ക് തന്നെ വരിക. ലൊക്കേഷൻ വിൻഡോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വിൻഡോ ഇതേപോലെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ സെർച്ച് ചെയ്തെടുത്തത്. എന്നാൽ ഇനി നമ്മുടെ ആ ഒരു പ്ലാനറ്റ് ഒക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമ്മുടെ ഭൂമി കാണാം. ഈ ഭൂമിയെ മാറ്റിയിട്ട് ജസ്റ്റ് ഇത് ഇവിടെയുള്ള ഒരു ട്രയാങ്കിൾ ഇല്ലേ, ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് പ്ലാനറ്റ് ആണോ അതെടുക്കാം. നമ്മുടെ ഉപഗ്രഹമായിട്ടുള്ള നമ്മുടെ ചന്ദ്രൻ, മൂൺ ഇവിടെ സെർച്ച് ചെയ്തെടുക്കുക. ആ ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇവിടെ എമ്മിൽ ഇത് ഇവിടെ 3 കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. പ്ലാനറ്റിൻ്റെ നേരെ മൂണാക്കിയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. പക്ഷെ താഴെ നോക്കിയേ, താഴെ മൊത്തം മരവും ചെടിയും വീടും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂണിൽ ഇത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സ്ഥലങ്ങളൊക്കെ ആ ഒരു മൂണിൻ്റെതായ രീതിയിലേക്ക് മാറ്റണം. നേരെ വീണ്ടും ടൂൾ ബാറിലേക്ക് വരിക. ടൂൾ ബാറിൽ ഇതുവരെ എടുക്കാത്ത ഒരു പുതിയ ടൂൾ നമ്മൾ യൂസ് ചെയ്യാണ്, സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് വിൻഡോ. ഓക്കെ, സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് വിൻഡോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ ഇവിടെ ഉള്ളത് സ്കൈ എന്ന് പറയുന്ന ടാബിലാണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ലാൻഡ്സ്കേപ്പിലേക്ക് പോകണം. ലാൻഡ്സ്കേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നും നമുക്ക് 3 ചൂസ് ചെയ്യാം. അത്രേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. 3 ക്ലിക്ക് ചെയ്തു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെ 3 എങ്ങനെയായിരിക്കും ഉണ്ടാവും അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് 3 നിന്നും നമുക്ക് നമ്മുടെ ആകാശം എങ്ങനെ കാണും എന്നുള്ളത് സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതോടുകൂടി നമ്മൾ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിലൂടെ നമുക്കിനി ക്വാണ്ടം GIS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.